ഹലോ ഫ്രണ്ട്സ്, 3RP വിഷ്വൽസിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളെയും ആത്മാർത്ഥമായി ഞങ്ങൾ ക്ഷണിക്കുന്നു. കാശിനാഥൻ എന്ന ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ആലപ്പുഴയിൽ നിന്നും കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ, പഴനി, അവിടെ നിന്നും ഡിണ്ടിക്കൽ, തൃച്ചി, തഞ്ചാവൂർ വഴി വേളാങ്കണ്ണിയിൽ നിന്നും നമ്മൾ രാമേശ്വരത്തിന് പുറപ്പെടും. രാമേശ്വരത്ത് നിന്നും നാട്ടിലേക്ക് 5 ദിവസത്തെ പ്രോഗ്രാമാണ് വെച്ചിരിക്കുന്നത്. ഈ 5 ദിവസവും ഭക്ഷണം നമ്മൾ വണ്ടിയിൽ തന്നെ പാചകം ചെയ്താണ് കഴിക്കുന്നത്. ആ ഭക്ഷണത്തിനുള്ള സാധനങ്ങളാണ് ഈ വണ്ടിയുടെ ഡിക്കിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹമാണ് സജീവൻ ആലപ്പുഴ. ഇദ്ദേഹമാണ് ഈ 49 പേരടങ്ങുന്ന ഈ യാത്രയെ നയിക്കുന്നത്. ഈ 5 ദിവസത്തെ യാത്രയ്ക്ക് ഭക്ഷണം ഉൾപ്പെടെ വെറും 3500 രൂപയാണ് ഇദ്ദേഹം ഈടാക്കുന്നത് ഒരാളിൽ നിന്നും. എല്ലാ വർഷവും വെക്കേഷൻ ടൈമായ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് അദ്ദേഹം വിനോദയാത്രയായിട്ടും തീർത്ഥയാത്രയായിട്ടും യാത്രകൾ അറേഞ്ച് ചെയ്യുന്നത്. നമ്മുടെ വാഹനം ആലപ്പുഴയിൽ നിന്നും ചേർത്തല കഴിഞ്ഞു ഡീസൽ അടിക്കുവാനായി ഒരു പമ്പിൽ കയറി. ഹായ് ചേട്ടാ, ഫുൾ അടിച്ചോണേ, വീഡിയോ എടുത്തോട്ടെ. ഈ 2 പൈതങ്ങൾ ഞങ്ങളുടെ ബസ്സിലുണ്ടായിരുന്ന 2 കുസൃതിക്കുട്ടന്മാരാണ്. അവർ വണ്ടി ഓടിക്കുന്ന ചേട്ടന്മാരെ നോക്കി എന്തോ കമൻറ്റ് പറയുകയാണ്. ഇവരാണ് ഞങ്ങളുടെ ബസ്സിൻ്റെ സാരഥികളെ, കണ്ണനും ശ്യാമും. നാഷണൽ ഹൈവേ 66-ന്റെ 6 വരി പാതയുടെ വർക്ക് നടക്കുന്നതിനാൽ ഭയങ്കര സ്ലോ ആയിട്ടാണ് വണ്ടി പോകുന്നത്. എല്ലായിടത്തും ബ്ലോക്കാണ്. ഈ മേൽപ്പാലം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ. 6 വരി പാതയ്ക്ക് വേണ്ടി ഒറ്റ തൂണിൽ നിർമ്മിക്കുന്ന ഒരു വിസ്മയ കാഴ്ചയാണ് ഈ കാണുന്നത്. ആലപ്പുഴ ജില്ലയുടെ വടക്കേ അതിർത്തിയായ അരൂരിൽ നിന്നും തെക്കോട്ട് തുറവൂരിനും മധ്യഭാഗത്തായിട്ടാണ് ഈ ഒറ്റത്തൂണ് പാതയുടെ നിർമ്മാണം നടക്കുന്നത്. ഇതുപോലെ കേരളത്തിൻ്റെ വിവിധ മേഖലകളിലും ഇതുപോലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാണാം. അങ്ങനെ നമ്മൾ അരൂർ ടോൾ ഗേറ്റ് ആയി കേട്ടോ. ഫാസ്ടാഗ് സിസ്റ്റം ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണുന്നില്ലേ.
അങ്ങനെ അരൂരത്തെ ടോൾ ഗേറ്റ് കഴിഞ്ഞു നമ്മൾ കൊച്ചിയിലേക്ക് പ്രവേശിച്ചു. കായലുകളുടെയും കൊച്ചി നഗരത്തിൻ്റെയും കാഴ്ചകൾ കണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായി താജ്മഹൽ മോഡൽ ഒരു മോസ്കും കാണാൻ കഴിയുന്നുണ്ട്. കൊച്ചിയിലെ കുണ്ടന്നൂർ എന്ന സ്ഥലത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. കുണ്ടന്നൂരും വൈറ്റിലയും കഴിഞ്ഞ് നമ്മളിപ്പോൾ എടപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയായിട്ടുണ്ടേ. സാധാരണ ഈ സമയം ഇതിൽ കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് കാണേണ്ടതാണ്. ഇന്നെന്തോ വളരെ കുറവാണ്. നമ്മളിപ്പോൾ എടപ്പള്ളി ലുലു മാളിൻ്റെ മുന്നിലൂടെയാണ് സഞ്ചരിക്കുന്നത്. എടപ്പള്ളി, വരാപ്പുഴ, വടക്കമ്പറവൂർ വഴിയാണ് നമ്മൾ കൊടുങ്ങല്ലൂരിന് പോകുന്നത്. അങ്ങനെ നമ്മൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് വണ്ടി വന്നത്. ഇപ്പോൾ സമയം വൈകുന്നേരം 6:30 മണിയായി. കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഗുരുവായൂർ വന്നിട്ടുണ്ട്. ഗുരുവായൂർ കിഴക്കേനടയിലെ പാർക്കിങ്ങിലാണ് ഞങ്ങളിപ്പോൾ വന്നത്. ഗുരുവായൂർ കിഴക്കേനടയിലൂടെ ഞാൻ വന്നപ്പോൾ കണ്ട കാഴ്ചകൾ, ആദ്യം കണ്ടത് കല്യാണ മണ്ഡപമാണ്. ഈ കല്യാണ മണ്ഡപങ്ങളിൽ മുഹൂർത്ത ദിവസങ്ങളിലായി 100 കണക്കിന് കല്യാണങ്ങളാണ് നടക്കുന്നത്. അതിനോട് തന്നെ കൃഷ്ണ വിഗ്രഹങ്ങളാൽ നിറഞ്ഞ കടകളും കാണാം. ഈ കാണുന്നത് ഗുരുവായൂരപ്പന് ഭക്തർ നൽകുന്ന കാഴ്ചവസ്തുക്കളാണ്. അതിൽ ഫ്രൂട്ട്സുകളും പച്ചക്കറികളും എല്ലാം അതിൽ ഉൾപ്പെടും.
ഗുരുവായൂരിൽ നിന്നും രാത്രി 10 മണിക്ക് ഞങ്ങൾ പഴനിക്ക് പുറപ്പെട്ടു. പിറ്റേ ദിവസം വെളുപ്പിന് 4 മണിക്ക് ഞങ്ങൾ പഴനിയിലെത്തി. 49 പേർക്കും നേരത്തെ തന്നെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. RVS എന്ന ലോഡ്ജിലാണ് ഞങ്ങൾ താമസിച്ചത്. ലോഡ്ജിൻ്റെ റിസപ്ഷന് മുന്നിലായി ഞാനൊരു കാഴ്ച കണ്ടു. നാഗലിംഗം എന്നറിയപ്പെടുന്ന ഒരു വൃക്ഷമാണിത്. ഹൈന്ദവ സമൂഹം ഭക്തിയോടെ ആരാധിക്കുന്ന ഒരു വൃക്ഷം. നല്ല ഭംഗിയുള്ള പൂക്കളുമായി നിൽക്കുന്ന ആ വൃക്ഷത്തെ ചുറ്റുമതിലുകൾ കൊണ്ട് സംരക്ഷിച്ച് അതിൻ്റെ ചുവട്ടിൽ ഒരു ഗണേശ വിഗ്രഹവും വെച്ചിട്ടുണ്ട്. രാവിലെ എല്ലാവരും ഉറക്കമെഴുന്നേറ്റ് വരുമ്പോഴേക്കും പ്രഭാത ഭക്ഷണത്തിനായി പൊറോട്ടയും കടലക്കറിയുമാണ്. ആലപ്പുഴയിൽ നിന്നും പഴനി വരെയുള്ള കാഴ്ചകൾ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി പഴനിയുടെ കാഴ്ചകൾ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഈ യാത്രയിലെ കാഴ്ചകൾ 5 ഭാഗമായിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. കാശിനാഥൻ്റെ സഞ്ചാരം എന്നായിരിക്കും അതിൻ്റെ പേര്.